ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഞാൻ എൻ്റെ വീട്ടിൽ ഒരുക്കിയിരിക്കുന്ന കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സുകൾ പരിചയം. ഏകദേശം 40ഓളം ഹാങ്ങിങ് പ്ലാന്റ്സ് വെറൈറ്റീസിനെ നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലത്തെ ഗാർഡൻ വീഡിയോസൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തായിട്ട്. ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ സ്ക്രീനിൽ ലഭിക്കാൻ അത് നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു പ്ലാന്റ്. ഇത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന നല്ലൊരു പ്ലാന്റാണ്. പോത്തോസ് ഫാമിലിയിൽപ്പെട്ട നിയോൺ പോത്തോസ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു നിയോൺ ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് ആ ഒരു പേര് കിട്ടാനുള്ള കാരണം. മണി പ്ലാന്റ് ഇത്രയും ബുഷായിട്ട് വളരുന്നതിനുള്ള ട്രിക്സുകളൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ആ ലിങ്ക് യൂസ് ചെയ്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത്രയും ബുഷായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിനെ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് ഫുള്ളായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. രണ്ടാമതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൻജോയ് പോത്തോസ്. ഇതിൻ്റെ ലീഫിന് ഒരു വൈറ്റ് അതുപോലെ ഗ്രീൻ ഷെയ്ഡാണുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ലീഫാണ്. ഇത് ചെറിയൊരു പ്ലാന്റ് കിട്ടിയതാണ്. ഇത് ഇത്രയും ആയി വരുന്നേ ഉള്ളൂ. ഈ പോട്ടിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിയോൺ പോത്തോസ് തന്നെയായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ ഡയറക്റ്റ് വെയിൽ ഇതിലേക്ക് കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ ലീവ്സൊക്കെ നന്നായിട്ട് ഇങ്ങനെ കരിഞ്ഞു പോയി തുടങ്ങി. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ ബൊഹേവിയൻ ജൂ വെച്ച് കൊടുത്താണ്. അപ്പോൾ നല്ല വെയിൽ ഡയറക്റ്റ് കിട്ടുന്നിടത്ത് ഈ പോത്തോസ് വെച്ച് കൊടുക്കാതിരിക്കുക. അത്യാവശ്യം കുറച്ച് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇത് കണ്ടോ, നമ്മളെല്ലാവരുടെ അടുത്തും ഇപ്പോൾ ഇത് ഇല്ലാത്ത വീടുകൾ കുറവായിരിക്കും. എല്ലാവരുടെ കയ്യിലുള്ള നമ്മുടെ ടേർട്ടിൽ വൈൻ എവർഗ്രീൻ. ഇത് മോള് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അവളൊരു ഫെയറി ബോട്ടിലിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അതിലാണിത് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ഗ്രോത്തൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്ത പ്ലാന്റ് ഇത് ഫ്ലെയിം വയലറ്റ്. ഇതിലെ ഗ്രീൻ, പിങ്ക്, ബ്രൗൺ ഈ 3 കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് ഈ ലീവ്സിന് വന്നിട്ടുള്ളത്. ഇതിൽ പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത്. നല്ല തിക്കായിട്ട് തന്നെ ആ പോട്ട് നിറഞ്ഞ് തൂങ്ങി നിൽക്കുന്ന നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇതിലേക്ക് വെയിൽ വരുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ലീവ്സിന് നല്ലൊരു ഗ്ലൈസിങ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു പിങ്ക് ഷെയ്ഡ് കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് പർപ്പിൾ ഹാർട്ട് പ്ലാന്റ്. ഇതിലും ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് 3 ഹാർട്ട് ഷേപ്പ് ഒരുമിച്ച് വെച്ചിരുന്നാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് അതിലെ ഫ്ലവേഴ്സ്. നല്ല ക്യൂട്ടായിരിക്കുന്ന ഫ്ലവേഴ്സ്. ഇതിൻ്റെയൊക്കെ ചെറിയൊരു കമ്പ് മുറിച്ച് വെച്ചാൽ തന്നെ പെട്ടെന്ന് ആ ഒരു പോട്ട് നിറഞ്ഞിട്ട് വരുന്ന പെട്ടെന്ന് ഗ്രോത്ത് സാധ്യമാകുന്ന നല്ലൊരു പ്ലാന്റാണിത്. ഈ ഒരു ടർട്ടിൽ വൈൻ സെറ്റ് ചെയ്തിരിക്കുന്നത് മോസ്കിറ്റോ നെറ്റ് വെച്ചിട്ടാണ്. മോസ്കിറ്റോ നെറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. 2 ലെയർ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കോക്കോപിറ്റും മണ്ണും കൂടെ മിക്സ് ചെയ്തെടുക്കുക. എന്തെങ്കിലും കുറച്ച് കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്യാം. കൂടുതലായിട്ട് കോക്കോപിറ്റ് യൂസ് ചെയ്യുക, വെയ്റ്റ്ലെസ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ടർട്ടിൽ വൈന് ചുറ്റി കൊടുക്കുക. കംപ്ലീറ്റ് ചുറ്റിയിട്ട് അതൊരു നൂല് വെച്ചിട്ട് ടൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ ഇതൊരു 2-3 മാസത്തോളം ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഫുള്ളായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ക്രീപ്പിംഗ് ചാർലി. പോട്ട് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു വരുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണിത്. ഈ ഒരു പ്ലാന്റിന് കൂടുതൽ വെയിൽ ഇഷ്ടമല്ല. നല്ല വെയിലിൽ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ലീവ്സൊക്കെ യെല്ലോ ഷെയ്ഡ് വന്നിട്ട് കരിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല വെയിലിൽ ഇരുന്നിരുന്ന പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ വെയിൽ കൂടുതൽ വന്നപ്പോൾ അതിലൊരു ഷെയ്ഡ് മാറി വന്നു, അതിൻ്റെ കളറിൽ ചേഞ്ച് വന്നപ്പോൾ അതിനതിൻ്റെ പൊസിഷൻ മാറ്റി വെച്ചതാണിപ്പോൾ. അപ്പോൾ ഇതിങ്ങനെ ഗ്രീൻ ഷെയ്ഡിലേക്ക് വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വളർത്തുന്നവർ നല്ല വെയിലിൽ വെക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിൻ്റെ ലീവ്സിന് നന്നായിട്ടൊരു ഷെയ്ഡ് കണ്ടോ, ഇത് ഇവിടെ ഈ തണലിൽ വെച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലൈസിങ് ഉണ്ട് ആ ഒരു ലീവ്സിന്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ലീവ്സ് നല്ലൊരു ഗ്ലൈസിങ് കിട്ടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അതിന് ഷെയ്ഡാണ് ഇഷ്ടപ്പെടുന്നത്. ഇത് ഫ്ലെയിം വയലറ്റിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ്. ഗ്രീൻ ലീവ്സിൽ റെഡ് ഫ്ലവേഴ്സ്. അപ്പോൾ ഇത് പോട്ട് കംപ്ലീറ്റ് നിറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇത് ടർട്ടിൽ വൈനിൻ്റെ തന്നെ പർപ്പിൾ ഷെയ്ഡിലുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ബൊഹേവിയൻ ജൂ അല്ല, അതാണ് എന്ന് സംശയിക്കേണ്ട. ഇതിൻ്റെ ലീവ്സ് ബൊഹേവിയൻ ജൂവിനേക്കാളും കുറച്ചുകൂടെ വലിയ ലീവ്സാണ്. അതുപോലെ ടർട്ടിൽ വൈനിൻ്റെ ആ ഒരു തണ്ട് പോലെയാണ് ഇതിൻ്റെ തണ്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വരുന്നത്. മറ്റ് നമ്മൾ തിക്കായിട്ടാണല്ലോ ബൊഹേവിയൻ ജൂ നിൽക്കുന്നത്. പക്ഷേ ഇത് നന്നായിട്ട് ക്രീപ്പ് ചെയ്തിട്ടാണ് വരുന്നത്.
ഈ ഒരു പ്ലാന്റ് നമുക്ക് ലാൻഡ്സ്കേപ്പ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ്. ചെറിയ യെല്ലോ ഫ്ലവേഴ്സിൽ ഗ്രീൻ ലീവ്സ് ആയിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ കടലപ്പരത്തി എന്നൊരു പേരൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് നെയിം എന്താണെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ടൊറേനിയ, ഹാങ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. നിറയെ പൂക്കൾ വന്ന് നിൽക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ടൊറേനിയ പ്ലാന്റ്. ഹെമിഗ്രാഫിക്സ് റിപ്പൻഡ എന്നറിയപ്പെടുന്ന ബോർഡർ ഗ്രാസ് വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുന്ന നല്ലൊരു പ്ലാന്റാണ്. തിക്കായിട്ട് തന്നെ വളർന്ന് കിട്ടും. അപ്പോൾ നമുക്കിതിങ്ങനെ തിക്കായിട്ട് ഒരു പോട്ട് കംപ്ലീറ്റ് വരാൻ വേണ്ടിയിട്ട് ഈ പോട്ടിൽ കംപ്ലീറ്റ് ഹോൾ ഇട്ട് കൊടുത്തിട്ട് ആ ഹോളിലൊക്കെ ചെറിയ പീസ് വെച്ച് കൊടുത്താണ്. അപ്പോൾ അത് പോട്ട് കംപ്ലീറ്റ് കവർ ചെയ്ത് വന്നിട്ട് വരും. അപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇത് ഫില്ലായിട്ട് വരാനുണ്ട്. ഇതൊരു കലാഞ്ചിയ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിനെ ഹാങ് ചെയ്ത് വെച്ചപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. 2 ഷെയ്ഡ് താഴെ വന്നിരിക്കുന്ന ആദ്യത്തെ മെച്ചുവേർഡ് ആയിട്ടുള്ള ലീവ്സിന് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്ന് തുടങ്ങുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുതിയ ലീവ്സൊക്കെ നല്ലൊരു ഗ്രീനിൽ, അതുപോലെ ഇതിൻ്റെ കുഞ്ഞു തൈകൾ അതിൻ്റെ അറ്റത്താണ് വന്ന് തൂങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ നല്ലൊരു ലുക്കുണ്ട്. പിന്നെ ഈ പ്ലാന്റ് ഇത് മുന്നേ തൊടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റാണ്. അതിനിങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. അതിൽ യെല്ലോ ഫ്ലവേഴ്സ് വരും. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് പർപ്പിൾ ക്വീൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതും ഹാങ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ്. പിന്നെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റിയ മറ്റൊരു പ്ലാന്റാണ് 10 മണിപ്പൂക്കൾ. ഈ 10 മണിപ്പൂക്കൾ നമുക്ക് പല ടൈപ്പിൽ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാം. ഇതുപോലെ കുഞ്ഞു പോട്ടുകളിലായിട്ടും പ്ലാസ്റ്റിക് പോട്ടുകൾ പല ഷേപ്പിൽ സെറ്റ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാം. നിറയെ പൂക്കൾ വന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന നല്ലൊരു പ്ലാന്റാണ് 10 മണിപ്പൂക്കൾ. ടേർട്ടിൽ വൈന് പോലെ തന്നെ ഇന്ന് എല്ലാവരുടെ കയ്യിലും ഇടം പിടിച്ചിരിക്കുന്ന മറ്റൊരു പ്ലാന്റാണ് ബൊഹീവിയൻ ജൂ. ഏത് വെയിലിലാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ ബൊഹീവിയൻ ജൂ. അപ്പോൾ ഇവിടെ നല്ല വെയിലുള്ള ഏരിയ ആണ് ഇവിടെ. അപ്പോൾ ഇത്രയും വെയിലിലാണെങ്കിൽ പോലും ഈ ഒരു പ്ലാന്റിന് ഒരു ക്ഷീണം സംഭവിക്കാറില്ല. 2 നേരം നമ്മൾ നന്നായിട്ട് നനക്കും എങ്കിൽ പോലും എല്ലാ പ്ലാന്റ്സിനും ചെറിയൊരു ക്ഷീണം സംഭവിക്കും വൈകുന്നേരം ആകുമ്പോഴേക്കിനും. ഈ ഒരു പ്ലാന്റിന് ബൊഹീവിയൻ ജൂവിന് ഒരു ക്ഷീണവും ഉണ്ടാവില്ല. ഇത് പിലോണിയ റിപ്പൻസ, ട്രൈലിംഗ് വാട്ടർമെലൺ ബെഗോണിയ എന്നൊരു പേരും കൂടെ ഈ ഒരു പ്ലാന്റിനുണ്ട്. ഇതിൻ്റെ ലീവ്സിൻ്റെ ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് ആ ഒരു പേര് ഇതിന് കിട്ടാനുള്ള കാരണം. വാട്ടർമെലൻ്റെ ഒരു ഷേപ്പ്, ആ ഒരു ഷെയ്ഡ് ഉണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ ലീവ്സിന്. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ്. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലവേഴ്സ്, ബൊക്കെ പോലെ നിൽക്കുന്ന ഒരു ഫ്ലവേഴ്സ് അതിലുണ്ട്. നല്ല പോട്ട് നിറഞ്ഞു നിൽക്കുന്ന ലുക്കായിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ് ഈ വാട്ടർമെലൺ ബെഗോണിയ പ്ലാന്റ്. ഇത് സാധാരണ എല്ലാ വീടുകളിലും കണ്ടുവരുന്ന മുറിവൂട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന റെഡ് ഫ്ലെയിം ഐവിയാണ്. ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് വെറൈറ്റിയാണ്. പിന്നെ സ്പൈഡർ പ്ലാന്റ്, ഹാങ്ങിങ്ങിന് പറ്റി നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ് സ്പൈഡർ പ്ലാന്റ്. ഈ ഒരു മണി പ്ലാന്റ് കോമൺ ആയിട്ട് നമ്മൾ എല്ലായിടത്തും കണ്ടിരുന്ന ഒരു മണി പ്ലാന്റാണ്. നമ്മൾ മുന്നേയൊക്കെ മതിലുകളിലും മരത്തിലൊക്കെ പടർത്തി വിട്ടിരുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതും നന്നായിട്ട് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു മണി പ്ലാന്റ് വെറൈറ്റി തന്നെയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ള നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണ് ബേബി ടിയേഴ്സ്. പോട്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഗ്രീനിഷ് ആയിട്ട് നിറഞ്ഞു വരുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണ് ബേബി ടിയേഴ്സ്. ഇതിൻ്റെ ചെറിയൊരു കഷ്ണം വെച്ച് കഴിഞ്ഞാൽ തന്നെ പോട്ട് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് വരാൻ വളരെ കുറച്ച് ടൈം മതി. ഇത് ഫിറ്റോണിയ നവ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഫിറ്റോണിയ പ്ലാന്റും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റാണ്. ഓക്സാലിസ്, അതുപോലെ ഫാൾ ഷംറോക്ക് എന്നൊക്കെ ഈ ഒരു പ്ലാന്റിന് പേരുണ്ട്. ഒരു ബട്ടർഫ്ലൈ ഷേപ്പാണ് ഇതിൻ്റെ ലീവ്സിന്. അതുപോലെ കുഞ്ഞു ഫ്ലവേഴ്സുകൾ ഇതിലുണ്ടാകുന്നുണ്ട്. പിന്നെ ഇത് രാത്രി സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീവ്സ് ഇങ്ങനെ കൂടി വന്ന് നിൽക്കും. നല്ല ഭംഗിയാണത് കാണാൻ. പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ള പ്ലാന്റാണ് വാൻഡ്രിങ് ജൂ. ഈ വാൻഡ്രിങ് ജൂവിൻ്റെ തന്നെ 2-3 വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ഇത് കൂടുതലായിട്ട് പർപ്പിൾ ഷെയ്ഡ് കാണിക്കുന്ന ഒരു പ്ലാന്റാണ്.
ഇത് പർപ്പിൾ ഷെയ്ഡിൻ്റെ ഇടയിലൂടെ 2 വൈറ്റ് ലൈൻസ് കൂടെ പാസ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. ഇതുപോലെ ഇനി കംപ്ലീറ്റ് ഗ്രീനിൽ വൈറ്റ് വരുന്ന മറ്റൊരു വെറൈറ്റി കൂടെ ഉണ്ട് ഇതിൽ. പിന്നെ ഇതിലേക്ക് നന്നായിട്ട് വെയിൽ കിട്ടുന്നതിനനുസരിച്ച് ഇതിന് ചെറിയ ഷെയ്ഡിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഹാർട്ട് ലീഫ് ഫെലോഡെൻഡ്രൻ. ഇത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഹാർഡ് ഷേപ്പിലുള്ള ആ ഒരു ലീവ്സ് ആണ് അതിന് ആ ഒരു പേര് കൊടുക്കാനുള്ള കാരണം. ഇത് സ്ട്രിങ് ഓഫ് ബനാനാസ്. സെക്കുലൻസ് വെറൈറ്റിയിൽപ്പെട്ട നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. വലിയ വെയിൽ കിട്ടാത്ത ഭാഗത്ത് വെക്കാനാണ് ഇതിനിഷ്ടം. ഓവറായിട്ട് ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന ഭാഗത്താണെങ്കിൽ ഇത് പെട്ടെന്ന് സെക്കുലൻസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ടേർട്ടിൽ വൈൻ്റെ മറ്റൊരു വെറിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇത് ബബിൾ പ്ലാന്റ്. ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതൊരു സെക്കുലൻറ്റ് വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഇഷ്ടപ്പെടുന്നത്. ഇതും അതുപോലെ സെക്കുലൻസ് വെറൈറ്റിയിൽപ്പെട്ട മറ്റൊരു പ്ലാന്റ് ആണ് ബേബി സൺറോസ് പ്ലാന്റ്. ഇതിൽ കുഞ്ഞു സൺ പോലെ സൺ റോസ്, അതാണ് ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ്. ഇതും ഒരു ഇൻഡയറക്റ്റ് ലൈറ്റാണ് അതിന് ഇഷ്ടപ്പെടുന്നത്. മറ്റൊരു ഹാങ്ങിങ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണിത്. ഈ ഒരു പ്ലാന്റിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നന്നായിട്ട് ഗ്രീൻ ഷെയ്ഡിൽ കംപ്ലീറ്റ് ആയിട്ട് പോട്ട് തിക്കായിട്ട് വരുന്ന നല്ലൊരു പ്ലാന്റാണത്. പിന്നെ ഈ കാണുന്ന പ്ലാന്റ്സുകളൊക്കെ നമ്മൾ പുതുതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ്. 2 ആഴ്ചയോളമായിട്ടുള്ളൂ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ സെയിലിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് റെഡിയാക്കി വെച്ചതാണിത്. കൂട്ടത്തിൽ എനിക്ക് പുതുതായിട്ട് കിട്ടിയ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഈ ഒരു പ്ലാന്റ് നമ്മുടെ ടാങ്കിൾഡ് ഹേർട്ട് പ്ലാന്റ് ആണ്. ഇത് പോട്ട് കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഹാങ് ചെയ്ത് സെറ്റ് ആവാനുണ്ട്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ടാങ്കിൾഡ് ഹേർട്ട് പ്ലാന്റ്. ഈ ഒരു പ്ലാന്റ് ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൽ കുഞ്ഞു പൂക്കളുണ്ടാകും. ഇതും എനിക്ക് പുതിയതായി കിട്ടിയതാണ്. അപ്പോൾ ഇത് ചെറിയ 2 കമ്പുകളാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ പുതിയതായിട്ട് തെളുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഹാങ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഭാഗം അതിലേക്ക് തന്നെ വെച്ച് കൊടുത്താൽ അതിന് വേര് വന്നിട്ട് ആ പോട്ട് കംപ്ലീറ്റ് ചെയ്ത് വരും. ഇതിൽ 2 പ്ലാന്റ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടെ വലുപ്പമായതിന് ശേഷം മാറ്റി വെക്കാമെന്ന് വെച്ചിട്ട് വെച്ചതാണ് തൽക്കാലം. ഇതിൽ നല്ലൊരു ഫ്ലവർ വരുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. പിന്നെ നമ്മുടെ ബോർഡർ ഗ്രാസിൻ്റെ ഒരു കളർ വെറൈറ്റിയാണിത്. ഈ ഒരു പ്ലാന്റ് നോക്കാം. ഇത് ലാർജ് ലീഫ് ബേബി ടിയേഴ്സ്. ബേബി ടിയേഴ്സിൻ്റെ തന്നെ ഫാമിലിയിൽപ്പെട്ട ഒരു വെറൈറ്റി ആയിട്ടാണ്. കുറച്ച് വലിയ ലീഫാണ് ഇതിനുള്ളത്. ബേബി ടിയേഴ്സിനേക്കാളും കുറച്ച് വലിയ ലീഫാണ്. അതുകൊണ്ടാണ് ഇതിന് ആ ലാർജ് ലീഫ് ബേബി ടിയേഴ്സ് എന്നുള്ളൊരു പേര് വന്നത്. ഇത് ഫ്ലെയിം വയലറ്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇതിൽ പിന്നെ ഗ്രീൻ ലീവ്സിന് ചെറിയൊരു വൈറ്റ് നെർവ്സ് ഉണ്ട്. പിന്നെ റെഡ് ഫ്ലവേഴ്സ് വരും. ഇത് ഹാങ് ചെയ്ത് തരുന്ന കലേഡിയത്തിൻ്റെ നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതിന് മുന്നേ നമ്മൾ ചെയ്തിരുന്ന ഹോം ഗാർഡൻ ടൂൾസിലൊക്കെ ഈ ഒരു പ്ലാന്റ്സിൻ്റെയൊക്കെ വലിയ പോട്ടുകൾ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എനിക്ക് അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത പ്ലാന്റ്സുകളാണ് ഇതൊക്കെ. ഇവരൊക്കെ നമ്മളുടെ ഗാർഡനിലേക്ക് എത്തിയ പുതിയ അതിഥികളാണ്. ഇത് സ്വീറ്റ് പൊട്ടാറ്റോ വൈൻ. ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ നീണ്ടിങ്ങനെ പോകും. ആ സമയത്ത് നമ്മൾ ആ വള്ളികൾ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ വേരുകളൊക്കെ വന്നിട്ട് ആ പോട്ട് തിക്കായിട്ട് വരാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന മറ്റു പ്ലാന്റ്സുകൾ, സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ എല്ലാ വെറൈറ്റീസും നമുക്കിതുപോലെ ഹാങ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഗാർഡനിലെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. വിഷ് യു വെൽ. താങ്ക് യു.